മെനകെട്ട അരമന നിരങ്ങുവാൻ പോകുന്ന നേതാക്കൾക്ക് ഇതൊരു പാഠമായിരിക്കട്ടെ. സഭാ നേതാക്കന്മാരുടെ മെനകെട്ട അരമനകൾ നിരങ്ങുവാൻ പോകുന്ന എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ. വരുന്ന ഫെബ്രുവരി 9 മുതൽ ആരംഭിക്കുവാൻ പോകുന്ന മാരാമൺ കൺവെൻഷനിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ഒഴിവാക്കി. സതീശനെ നേരത്തെ ക്ഷണിച്ചിരുന്നുവെങ്കിലും മാർത്തോമാ സഭയിലെ ഇടതുവലത് ചേരികളിലുള്ള കുഞ്ഞാടുകൾക്കിടയിലെ രാഷ്ട്രീയ ഭിന്നതയെ തുടർന്നാണ് ഒഴിവാക്കിയതെന്നാണ് വിവരമെങ്കിലും കാര്യമതല്ല. ആരെയും ഔദ്യോഗികമായി ക്ഷണിച്ചിരുന്നില്ല എന്നാണ് ഇപ്പോൾ സഭാ നേതൃത്വം പറയുന്നത്. മാരാമൺ കൺവെൻഷന്റെ ഭാഗമായുള്ള പ്രധാന പരിപാടിയായ യുവവേദിയിലേക്കായിരുന്നു പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിരുന്നത്. ഫെബ്രുവരി 15-ാം തീയതിയിലേക്ക് സതീശൻ സമയവും നൽകുകയുണ്ടായി. വി ഡി സതീശന്റെ ഓഫീസിൽ നിന്നും മാധ്യമങ്ങൾക്ക് ഇക്കാര്യം അറിയിച്ചുകൊണ്ട് വിശദമായ പത്രക്കുറിപ്പും നൽകിയിരുന്നു. ഇതിനെ മറികടക്കുവാനായിരുന്നു മുഖ്യമന്ത്രി കസേരയ്ക്കായി എന്തും ചെയ്യാൻ നടക്കുന്ന ചെന്നിത്തല പെരുന്നയിലെ പോപ്പിനെ കൊണ്ട് രമേശനാണ് NSSന്റെ പുത്രനെന്നും വെള്ളാപ്പള്ളിയെ കൊണ്ട് ഒരു അനുകൂല പ്രസ്താവന നടത്തിച്ചതും എല്ലാം. ഈ പ്രവർത്തനങ്ങൾ പാർട്ടിക്കുള്ളിൽ വലിയ ചേരിതിരിവിന് വഴിവെച്ചിരുന്നു. ഈ ഒഴിവാക്കലും ഈ അടിപിടിയുടെ തുടർച്ചയാണ്. കഴിഞ്ഞ ദിവസം മാർത്തോമാ സഭ അധ്യക്ഷൻ അംഗീകരിച്ച ക്ഷണിതാക്കളുടെ പട്ടികയിൽ വി ഡി സതീശൻ ഇല്ല. സഭയ്ക്കുള്ളിൽ കോൺഗ്രസ് CPM തർക്കമാണ് ഒഴിവാക്കലിന് പിന്നിൽ. പരിപാടിയിൽ പങ്കെടുക്കേണ്ടുന്നവരുടെ പ്രാഥമിക പട്ടിക കോൺഗ്രസ് അനുകൂലികളായ യുവജന വിഭാഗം നേതാക്കൾ ചേർന്നാണ് തയ്യാറാക്കിയത് എന്നാണ് ഇപ്പോൾ പറയുന്ന ന്യായീകരണം. എന്നാൽ അടുത്ത മുഖ്യമന്ത്രി ചിന്നത്തല ആയിരിക്കുമെന്നും വി ഡിയെ വിളിച്ചാൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് എന്തു വില കൊടുത്തും വി ഡി സതീശനെ ഒഴിവാക്കണം എന്ന് ചെന്നിത്തല അനുകൂലികൾ ആപ്പുവെച്ചതിനാലാണ് വി ഡി സതീശന്റെ പേര് ഒടുക്കം വെട്ടിയത്. മാരാമൺ കൺവെൻഷനിൽ വി ഡി സതീശൻ പങ്കെടുക്കും എന്ന് മാധ്യമ വാർത്തകൾ വന്നപ്പോൾ പോലും അന്ന് സഭാ നേതൃത്വം അതിനെ എതിർത്തിരുന്നില്ല, തിരുത്തിയിരുന്നില്ല. വി ഡി സതീശൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ടിരുന്ന് മാർത്തോമാ സഭയുടെ ചരിത്രം പഠിക്കുകയും സാധു കൊച്ചുകുഞ്ഞബ്ദേശിയുടെ പാട്ട് പഠിക്കുകയും ഒക്കെയായിരുന്നു. 15-ാം തീയതി സതീശനെ വിളിച്ചാൽ 14-ാം തീയതി അതിലും വലിയൊരു ചടങ്ങിൽ ചെന്നിത്തലയെ വിളിക്കണം, അല്ലെങ്കിൽ രണ്ടുപേരെയും ഒഴിവാക്കണം എന്ന തരത്തിലായി പിന്നീടുള്ള സമ്മർദ്ദം. വി ഡി സതീശനെ മാത്രം വിളിച്ചാൽ മാർത്തോമാ സഭ വി ഡി സതീശനുമായി കൂടുതൽ അടുക്കുന്നു എന്ന തരത്തിൽ ചർച്ചകൾ സജീവമാകും എന്ന കാരണം പറഞ്ഞാണ് വി ഡിയുടെ പേര് വെട്ടിച്ചത്. സഭയ്ക്കുള്ളിലെ ആലോചനാ യോഗങ്ങളിൽ പോലും രൂക്ഷമായ തർക്കമുണ്ടായി. ഇതോടെ ഇത്തരം സാഹചര്യങ്ങളിൽ ഉചിത തീരുമാനമെടുക്കുവാൻ ബുദ്ധിമുട്ടുള്ള മെത്രാപ്പൊലീത്ത ചെന്നിത്തല അനുകൂലികളുടെ ആവശ്യപ്രകാരം വി ഡി സതീശൻ ഉൾപ്പെട്ട പട്ടിക അപ്പാടെ റദ്ദാക്കി. മറ്റ് സാംസ്കാരിക പ്രവർത്തകരെ ഉൾപ്പെടുത്തി പുതിയ പാനൽ തയ്യാറാക്കി വേഗം അംഗീകാരവും നൽകുകയുണ്ടായി. ഫെബ്രുവരി 9 മുതൽ 16 വരെയാണ് ചരിത്രപ്രസിദ്ധമായ മാരാമൺ കൺവെൻഷൻ. മാരാമൺ കൺവെൻഷനിൽ പ്രസിദ്ധരായ പലരും പ്രാസംഗികരായി എത്തിയിട്ടുണ്ട്. അതുപോലെ കുപ്രസിദ്ധി നേടിയവരും പ്രാസംഗികരായി എത്തിയിട്ടുണ്ട്. അങ്ങനെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള അടിയിൽ കൂടെയുള്ള പണിയിനത്തിൽ ചിന്നത്തല 1 പോയിന്റ് മുന്നിട്ട് നിൽക്കുകയാണ്. പാലക്കാട് വിവാദ കമ്പനിയായ ഒയാസിസിന് ബ്രൂവറി നിർമ്മാണ അനുമതി നൽകിയ വിഷയത്തിൽ ചെന്നിത്തല അതിൽ കയറി തൂങ്ങിയത് കൊണ്ട് മാത്രമാണ് CPM അതിനെ കോൺഗ്രസിൽ അത് ആളാകുവാനുള്ള അപ്പൻ കസേരയ്ക്ക് വേണ്ടിയുള്ള അടിപിടിയാണെന്ന് പറഞ്ഞ് ആ വിഷയത്തെ ലഘൂകരിച്ച് കളഞ്ഞത്. പക്ഷേ ചെന്നിത്തലയെ മാരാമൺ കൺവെൻഷനിൽ കുതുകാൽ വിട്ട് പാപമാണ് എന്ന വിഷയത്തിൽ ഒരു പ്രാസംഗികനായി തിരികെ കയറ്റുവാൻ സാധിച്ചാൽ അതാണ് ഹീറോയിസം. ചെന്നിത്തല വിചാരിച്ചാൽ അത് സാധിക്കും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.